എൻ്റെ ഒരു ഇസ്മായില് 2026 KS സ്ട്രീം 2 റാങ്ക് ലിസ്റ്റിൽ 9ാമത്തെ റാങ്ക് ഉണ്ട്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഘട്ടങ്ങളിൽ അനുദീപ് അക്കാദമി വളരെ നല്ല രീതിയിലുള്ളൊരു ഹെൽപ്പാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രിലിംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 20-25ഓളം MCQ ക്വസ്റ്റ്യൻസ് സാറ് പോസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പം എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ആ ഒരു 10 മണി ആ ഒരു സമയത്ത് തന്നെ ഞാനത് മുഴുവനും ആൻസർ ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഓരോരുത്തർ മാർക്ക് കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പറയുന്ന എലിമിനേഷൻ ടെക്നിക്ക് വളരെ നല്ല രീതിയിൽ ഞാൻ പ്രിലിംസ് പരീക്ഷയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊരു മികച്ച രീതിയിൽ പ്രിലിംസിൽ മാർക്ക് വാങ്ങാൻ സാധിച്ചു. മെയിൻസിലോട്ട് വരുമ്പോഴാണെങ്കിൽ സാറിൻ്റെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറൊക്കെ സാറ് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നൽകിയിരുന്നു. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടിരുന്നു. എൻ്റെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടിയത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. കാരണം ആ ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്ത സമയത്ത് ഞാനിവിടെ റാഞ്ചിയിൽ ലീഗൽ മെട്രോൾ ഇൻസ്പെക്ടർ ട്രെയിനിങ് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന ഓഫ്ലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാറ് വളരെയധികം ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാണിച്ചു. കാരണം എൻ്റെ ഒരു ബയോഡാറ്റ സാർ ഒരു 3-4 തവണ എനിക്കത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 തവണ സാർ 1-to-1 സെക്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ്. ആ ഒരു തലേ ദിവസം പോലും സാർ ഒരു മണിക്കൂറോളം നമുക്ക് നേരിട്ട് സംസാരിക്കാനും നമ്മുടെ ആത്മവിശ്വാസം ഉയർത്താനുള്ള കാര്യങ്ങൾ സാറ് ചെയ്തു തന്നിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു ക്ലാസ് തന്നെയാണ് എനിക്ക് അനുദീപ് അക്കാദമിയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്കും ആ ഒരു ക്ലാസ്സുകൾ അതുവഴി ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. സാറിനോട് ഒരിക്കൽ കൂടി താങ്ക് യു സർ.